നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 ഏപ്രിൽ 13 ശനിയാഴ്ച, അതായത് 1199 മീനം 31 രാത്രി 8:51 PM മകയിരം 4-ാം പാദത്തിൽ സൂര്യൻ്റെ സംക്രമണം കൊണ്ട് 27 നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന വിഷുഫലം പറയാമെന്ന് വിചാരിക്കുന്നു. 2024 ഏപ്രിൽ 14 മുതൽ ഒരു വർഷക്കാലം അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന വിഷുഫലമാണ് ഇവിടെ പറയുന്നത്. ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. മേടം രാശിയിൽ രവി ഉച്ചനാകുന്നു. പൊതുവെ പറഞ്ഞാൽ ഈ രവി സംക്രമണത്താൽ ചില അനർത്ഥങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കടബാധ്യതകൾ വർദ്ധിക്കുവാനും ചില അനർത്ഥങ്ങൾ എല്ലായിടത്തും ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. ഇനി വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം. വ്യാഴം മേടത്തിലും കേതു കന്നിയിലും ശനി കുംഭത്തിലും രാഹു മീനത്തിലും സ്ഥിതി ചെയ്യുന്ന വർഷക്കാലം. മറ്റു ഗ്രഹങ്ങളുടെ ചാരഫലം മാസഫലങ്ങളിൽ പ്രതിപാദിക്കാം. മാസഫലങ്ങളുടെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് 2024 വിഷുഫലം എങ്ങനെയായിരിക്കുമെന്ന് പ്രവചിക്കാം. ആദ്യമായി അശ്വതി. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും. പ്രവർത്തന മേഖല വിപുലപ്പെടുത്തിയെടുക്കുവാൻ അനുകൂല സാഹചര്യങ്ങൾ സംജാതമാകുന്നതാണ്. പുതിയ ജോലി ലഭിക്കാനും അന്യദേശവാസത്തിനും സാധ്യത കാണുന്നുണ്ട്. കർമ്മരംഗത്ത് നല്ല ഉയർച്ച ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക വർധനവ് ഉണ്ടാകും. കൂടുതൽ സൗകര്യമുള്ള ഗൃഹം, വാഹനം, വീട് എന്നിവ വന്നു ചേരാനും ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ്. പൊതുവെ പറഞ്ഞാൽ പ്രകടമായ മാറ്റങ്ങൾ തന്നെ കാഴ്ചവെക്കാനാകും. ഭരണി. കർമ്മരംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. പുതിയ ജോലി ലഭിക്കുന്നതിനും വിദേശ തൊഴിലിനായി ശ്രമിക്കുന്നവർക്കും ആഗ്രഹപൂർത്തീകരണം ഉണ്ടാകും. വിദേശ രാജ്യങ്ങളിലും IT മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ പലവിധ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക പുരോഗതി, വരുമാന വർധനവ് എന്നിവ പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവ വിപുലപ്പെടുത്തിയെടുക്കുവാനും സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. ജീവിത സാഹചര്യങ്ങൾ ഉയർന്നു വരുന്നതാണ്. കൂടുതൽ ആഡംബര വസ്തുക്കൾ ലഭിക്കും. വീട്, വസ്തു, വാഹനം എന്നിവ വന്നു ചേരാനും ഇടയുണ്ട്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടുന്നതാണ്. വിവാഹ കാര്യങ്ങളും തീരുമാനമാകാൻ ഇടയുണ്ട്. കാർത്തിക. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും. എല്ലാ കാര്യങ്ങളിലും അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. കർമ്മരംഗത്ത് പലവിധ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. വിദേശയാത്ര തരപ്പെടും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഗുണപ്രദമാണ്. ഉയർച്ച അനുഭവപ്പെടുന്നതാണ്. വീട്, വസ്തു, വാഹനം എന്നിവ വന്നു ചേരും. കുടുംബത്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. പുതിയ ബിസിനസ് മേഖല കണ്ടെത്തി നേട്ടങ്ങൾ കൊയ്ത് മുന്നോട്ടു പോകാനാകും. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം. ക്ഷമ അത്യന്താപേക്ഷിതമാണ്. രോഹിണി. പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ആഗ്രഹ സഫലീകരണം ഉണ്ടാകും. സാമ്പത്തിക പുരോഗതി പ്രതീക്ഷിക്കാം. ബിസിനസ് മേഖല വിപുലപ്പെടുത്തിയെടുക്കുവാനും സാമ്പത്തിക വർധനവും ഉണ്ടാകും. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും. പിതൃസ്വത്ത് സ്വന്തം പേരിലാകാൻ സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കാനും പരീക്ഷകളിൽ വിജയവും ഉണ്ടാകുന്നതാണ്. ബന്ധുക്കളുമായി യോജിച്ചു പോകാനാകും. ആരോഗ്യവും സാമ്പത്തിക ഇടപാടുകളും ശ്രദ്ധിക്കണം. വീഴ്ച, ചതവ്, മുറിവ് എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. മകയിരം. പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ആഗ്രഹപൂർത്തീകരണം ഉണ്ടാകും. അപ്രതീക്ഷിതമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും ചെറിയ പ്രശ്നങ്ങളെയെല്ലാം അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ്. അശ്രദ്ധ മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ബിസിനസ് രംഗത്ത് ഉയർച്ചകൾ ഉണ്ടാകും. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും. വാക്കുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. വിവാഹ കാര്യങ്ങളും തീരുമാനമാകാൻ ഇടയുണ്ട്. വീട്, വസ്തു, വാഹനം എന്നിവ വന്നു ചേരാനും സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യം ശ്രദ്ധിക്കണം. തിരുവാതിര.
പുതിയതായി ജോലിയിൽ പ്രവേശിക്കാൻ ചെറിയ കാലതാമസം നേരിടുന്നതാണ്. വിദേശ ജോലിക്കായി കാലതാമസം ഉണ്ടായേക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോയാൽ ഗുണപ്രദമാണ്. IT മേഖലയിലായാലും ബിസിനസ് രംഗത്തായാലും അശ്രദ്ധ കൊണ്ട് കർമ്മരംഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ സംരംഭങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ മുതിർന്നവരുമായി കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. കുടുംബത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. മനസ്സിന് സംഘർഷമുണ്ടായേക്കാം. യോഗ ശീലമാക്കുക. ഭക്ഷണ ക്രമീകരണങ്ങളും ഉണ്ടാകണം. പുണർദം. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് ചില മാറ്റങ്ങൾ അനുകൂലമാകണമെന്നില്ല. കർമ്മരംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ്. അശ്രദ്ധ മൂലം ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായേക്കാം. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും കർമ്മരംഗത്ത് ശ്രദ്ധയുണ്ടാകേണ്ടതാണ്. കുടുംബത്തെ സംഭാഷണങ്ങൾ അനുകൂലമാണെങ്കിൽ അസ്വാരസ്യങ്ങൾക്ക് സാധ്യത കുറവാണ്. ഭക്ഷണ ക്രമീകരണങ്ങളും പ്രാർത്ഥനകളും യോഗ പോലുള്ളവ ശീലമാക്കുന്നത് നന്ന്. പൂയം. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. വിദേശ തൊഴിലിനും കുറച്ച് കാലതാമസം നേരിട്ടാലും ലഭിക്കാനിടയുണ്ട്. IT മേഖലയിലും ബിസിനസ് രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ബിസിനസ് വിപുലപ്പെടുത്തിയെടുക്കുവാനും സാമ്പത്തിക വർധനവും ഉണ്ടാകും. ആഡംബര വസ്തുക്കൾ അധീനതയിൽ വരും. കലാസാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. കുടുംബാന്തരീക്ഷം സമാധാനപരമായിരിക്കും. ആയില്യം. സാമ്പത്തിക വർധനവ് ഉണ്ടാകും. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരങ്ങൾ വന്നു ചേരും. വിദേശ യോഗവും കാണുന്നുണ്ട്. വിദേശ ജോലിയിലുള്ളവർക്ക് പ്രൊമോഷൻ, ശമ്പള വർധനവ് എന്നിവ പ്രതീക്ഷിക്കാം. പ്രവർത്തന മേഖലയിൽ അംഗീകാരവും പ്രശംസയും ഉണ്ടാകും. കുറച്ചുകൂടി സൗകര്യമുള്ള സ്ഥാനത്തേക്ക് ജോലി മാറ്റം ഉണ്ടാകാം. ബിസിനസ് മേഖല വിപുലപ്പെടുത്തിയെടുക്കുവാനും സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും നല്ല ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതാണ്. വീണ്ടും വിചാരമില്ലായ്മ നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. വീട്, വസ്തു, വാഹനം എന്നിവ വന്നു ചേരുന്നതാണ്. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. മകം. കർമ്മരംഗത്ത് താൻ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊമോഷൻ, സാലറി ഇൻക്രിമെൻറ്റ് എന്നിവ പ്രതീക്ഷിക്കാം. ജീവിത രീതിയിൽ മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. കർമ്മരംഗമായാലും ബിസിനസ് രംഗമായാലും അവ വിപുലപ്പെടുത്തി പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കും. പുതിയ രീതികൾ ആവിഷ്കരിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെടുക്കും. ദീർഘനാളായി മനസ്സിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. വീട്, വസ്തു, വാഹനം എന്നിവ കൈവശം വന്നു ചേരാനും ഇടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കും. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. ദമ്പതി സൗഖ്യം ഉണ്ടാകും. കലാസാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ആരോഗ്യം ശ്രദ്ധിക്കണം. പൂരം. കർമ്മരംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊമോഷൻ, സാമ്പത്തിക വർധനവ് എന്നിവ പ്രതീക്ഷിക്കാം. വിദേശ രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുത്ത് മുന്നോട്ട് പോകാനാകും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകുന്നതാണ്. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും. സംഭാഷണങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം. പ്രണയിതാക്കൾക്കും ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും ഇടയുണ്ട്. നാൽക്കാലികളുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്രം. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും. മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. ധനമിടപാടുകളിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദേശ ജോലിക്കും അനുകൂലമാണ്. മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതാണ്. ജീവിത സാഹചര്യങ്ങൾ ഉയർന്നു വരും. വീട്, വസ്തു, വാഹനം എന്നിവ ലഭിക്കാനിടയുണ്ട്. പിതൃസ്വത്ത് സ്വന്തം പേരിൽ വന്നു ചേരും. ബിസിനസ് രംഗത്തും അപ്രതീക്ഷിതമായ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. സാമ്പത്തിക വർധനവ് പ്രതീക്ഷിക്കാം. കുടുംബത്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. വരവിനേക്കാൾ അധികരിച്ചു നിൽക്കും ചിലവുകൾ. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമാണ്. സന്താന ഭാഗ്യത്തിനും സാധ്യതയുണ്ട്. നേത്രരോഗങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. അത്തം നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം ഗുണകരമാണ്. കർമ്മരംഗത്ത് നല്ല മാറ്റങ്ങൾ തന്നെ കാണാനാകും. സാമ്പത്തിക പുരോഗതി ദൃശ്യമാകുന്നതാണ്. മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും സാധിച്ചു കിട്ടും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തിക നേട്ടം ഉണ്ടാകും. പ്രവർത്തന മേഖലകളെല്ലാം വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല പുരോഗതിയും കാണാനാകും.
സ്വയം തൊഴിൽ ചെയ്യുന്നവരും അവ വിപുലപ്പെടുത്തിയെടുക്കുന്നതാണ്. അങ്ങനെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകുന്നതാണ്. എപ്പോഴും കർമ്മനിരതരായിരിക്കും. കടബാധ്യതകൾ വർദ്ധിക്കുവാൻ ഇട കാണുന്നുണ്ട്. ചിത്തിര, പ്രവൃത്തി മേഖലകളിൽ നിന്നും സാമ്പത്തിക മേന്മ പ്രതീക്ഷിക്കാം. എല്ലാ കാര്യത്തിലും ചില കാലതാമസങ്ങൾ നേരിട്ടാലും പിന്നീട് അവ സാധിച്ചു കിട്ടുന്നതാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതാണ്. ധനമിടപാടുകളിലും ശ്രദ്ധയുണ്ടാകണം. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അശ്രദ്ധ വെടിഞ്ഞ് ജോലി ചെയ്യേണ്ടതാണ്. ശ്രദ്ധക്കുറവിനാൽ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. താൻ ആഗ്രഹിച്ച മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. സന്താനങ്ങളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും. ചികിത്സകൾ ഫലിക്കുന്നതാണ്. ചോതി, പുതിയ ജോലിക്കായി ശ്രമിച്ചാൽ കാര്യസാധ്യമുണ്ടാകും. കർമ്മരംഗത്ത് താൻ പ്രതീക്ഷിച്ചതുപോലെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദേശ ജോലിക്കായി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് പ്രമോഷൻ, സാമ്പത്തിക വർധനവ് എന്നിവ പ്രതീക്ഷിക്കാം. ബിസിനസ്സിലും ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോയാൽ വലിയ പ്രയാസങ്ങളില്ലാതെ മുന്നോട്ടു പോകാനാകും. ചില സന്ദർഭങ്ങളിൽ എല്ലാ കാര്യത്തിലും ഒരു തടസ്സമുണ്ടാകാമെങ്കിലും അവയെല്ലാം അതിജീവിച്ചു പോകാനാകും. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. വിശാഖം, താൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും മാറ്റിവെക്കേണ്ടതായി വരും. അപ്രതീക്ഷിതമായ പല തടസ്സങ്ങളും പ്രവൃത്തി മേഖലയിൽ ഉണ്ടായേക്കാം. ബിസിനസ് രംഗത്ത് അപ്രതീക്ഷിത തടസ്സങ്ങൾ വന്നുപെടാം. അവയെല്ലാം അതിജീവിക്കാനായി കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. കുടുംബത്ത് സമാധാനത്തിനായി അത്യധികം പ്രയത്നിക്കേണ്ടി വരും. എല്ലാ പ്രവൃത്തിയിലും ഒരു ശ്രദ്ധ ഉണ്ടായേ തീരൂ. മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കാനിടയുണ്ട്. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ ചികിത്സകൾ തേടേണ്ടതാണ്. മനസ്സിൻ്റെ സമാധാനത്തിനായി യോഗ പോലുള്ള വ്യായാമ മുറകൾ അത്യന്താപേക്ഷിതമാണ്. അനിഴം, സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. വിദേശ ജോലിക്കായി ശ്രമിക്കുന്നവർക്കും IT മേഖലയിലായാലും പുരോഗതി ഉണ്ടാകുന്നതാണ്. അപ്രതീക്ഷിത ധനനേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. പുതിയ ജോലി ആഗ്രഹിച്ചിരുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. ജോലിയിൽ പ്രമോഷൻ, സാലറി ഇൻക്രിമെൻ്റ് എന്നിവ പ്രതീക്ഷിക്കാം. ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചു വരുന്നതായി കാണാം. കുറേ നാളുകളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതാണ്. പുതിയ വീട്, വാഹനം എന്നിവ വന്നു ചേരും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തിയെടുത്ത് മുന്നോട്ടു പോകാനാകും. കുടുംബത്തെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകും. തൃക്കേട്ട, പുതിയ ജോലിക്ക് കാലതാമസം നേരിട്ടാലും കാര്യങ്ങൾ ഭേദപ്പെട്ടു വരുമെന്ന് കരുതുക. കർമ്മരംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ കാണാനാകും. ധനമിടപാടുകൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. അശ്രദ്ധയാൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ അബദ്ധങ്ങളിൽ ചെന്നുപെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ബിസിനസ്സിൽ ശ്രദ്ധ ചെലുത്താഞ്ഞാൽ നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ വീട്, വസ്തു, വാഹനം എന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും. വിവാഹകാര്യങ്ങൾ നടന്നു കിട്ടും. തീർത്ഥാടനങ്ങളും വിനോദയാത്രകളും വന്നു ചേരുന്നതാണ്. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വരും. അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ പുതിയ ജീവിത രീതികളിലേക്ക് നയിച്ചേക്കും. മൂലം, പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് കാലതാമസം നേരിടുന്നതാണ്. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടന്നു കിട്ടണമെന്നില്ല. അപ്രതീക്ഷിതമായി ചില തടസ്സങ്ങൾ വന്നുപെട്ടേക്കാം. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ എല്ലാ വശങ്ങളും ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനും ഇടയുണ്ട്. വിദേശ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ചില കാലതാമസങ്ങൾ നേരിടാൻ ഇടയുണ്ട്. സാമ്പത്തിക നഷ്ടമുണ്ടാകാതെ ധനമിടപാടുകളിൽ ഏർപ്പെടേണ്ടതാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അപവാദങ്ങൾ കേൾക്കാൻ ഇടവരുത്തരുത്. മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കാനിടയുണ്ട്. ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട്. അശ്രദ്ധ മൂലം കർമ്മരംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. പോരാടം, ദീർഘനാളായി ആഗ്രഹിച്ച പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതാണ്. വീട്, വസ്തു, വാഹനം എന്നിവ വാങ്ങാനാകും. എന്നാൽ കർമ്മരംഗത്ത് അനുകൂലമല്ലാത്ത അവസ്ഥകൾ ഉണ്ടായേക്കാം. പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ചില കാലതാമസങ്ങൾ നേരിടുന്നതാണ്. വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതായി വരും. ഉപരിപഠനത്തിനും തടസ്സങ്ങൾ നേരിടുന്നതാണ്. ധനമിടപാടുകൾ ശ്രദ്ധിച്ചു മാത്രം നടത്തണം. നഷ്ടങ്ങൾ ഉണ്ടാകാം. ബിസിനസ്സിലും ശ്രദ്ധ ചെലുത്താഞ്ഞാൽ
ധനനഷ്ടമുണ്ടാകും. കടബാധ്യതകൾ വർദ്ധിക്കുവാൻ ഇടയുണ്ട്. ലോണുകളും ലഭിക്കുന്നതാണ്. കുടുംബത്തും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ഉത്രാടം, വിഷുഫലം നിങ്ങൾക്ക് അനുകൂലമാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും അവയിൽ നിന്നും നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. കർമ്മരംഗം അനുകൂലമാണ്. ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും വിജയിക്കാനാകും. ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുത്ത് സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണപ്രദമാണ്. സ്ഥാനക്കയറ്റം, സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. വരുമാനം വർദ്ധിക്കുന്നത് വഴി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ കാണാനാകും. വസ്തു, വീട്, വാഹനം എന്നിവ വാങ്ങാനാകും. താൻ ആഗ്രഹിച്ച ലക്ഷ്യം നേടിയെടുക്കുന്നതാണ്. സമൂഹത്തിൽ പേരും പ്രശസ്തിയും വർദ്ധിച്ചു നിൽക്കും. വിദേശയാത്ര തരപ്പെടും. ഉപരിപഠനത്തിനായാലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കായാലും വിദേശയോഗം കാണുന്നുണ്ട്. തിരുവോണം, വിഷുഫലം നിങ്ങൾക്ക് അനുകൂലമാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാനാകും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും അവയിൽ നിന്നുള്ള നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. വിദേശ ജോലിക്കായി കാത്തിരിക്കുന്നവർക്കും IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് ശമ്പള വർധനവ്, പ്രൊമോഷൻ എന്നിവ സാധ്യമാകും. ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചു വരും. ആഡംബര വസ്തുക്കൾ വന്നു ചേരുന്നതാണ്. വീട്, വസ്തു, വാഹനം എന്നിവ വാങ്ങാനാകും. ഉയർച്ചയും സാമ്പത്തിക വർധനവും പ്രതീക്ഷിക്കാം. അങ്ങനെ താൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നത് വഴി മനസ്സന്തോഷം അനുഭവപ്പെടുന്നതാണ്. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാവും. വിവാഹ കാര്യങ്ങളും തീരുമാനമാകും. അവിട്ടം, കർമ്മരംഗത്ത് ചില ബുദ്ധിമുട്ടുകളെയും പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ ഇടയുണ്ട്. വിദേശ ജോലിക്കും കാലതാമസം നേരിടുന്നതാണ്. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലിക്ക് കാലതാമസം വന്നുപെടും. ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും ധനനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. ബിസിനസ്സിലും നഷ്ടങ്ങൾ ഒഴിവാക്കാനായി കഠിന പ്രയത്നം തന്നെ ചെയ്യേണ്ടി വരും. കുടുംബത്ത് അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. സംഭാഷണങ്ങളിൽ മിതത്വം പാലിക്കുന്നത് നന്നായിരിക്കും. ക്ഷമ അത്യന്താപേക്ഷിതമാണ്. സാമ്പത്തിക വർധനവ് ഉണ്ടാകുന്നത് വഴി വസ്തു, വാഹനം, വീട് എന്നിവ കൈവശം വന്നു ചേരുന്നതാണ്. എന്നാൽ കടബാധ്യതകൾ വർദ്ധിക്കുവാനും ഇടയുണ്ട്. ചതയം, പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാലതാമസം നേരിടും. കർമ്മരംഗത്ത് പലവിധ മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയൊന്നും തനിക്ക് അനുകൂലമാകണമെന്നില്ല. കർമ്മരംഗത്ത് കഠിനാധ്വാനം തന്നെ ചെയ്യേണ്ടി വരും. എന്നിരുന്നാലും ചില തടസ്സങ്ങളെയെല്ലാം കാര്യപരാജയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരും. വിദ്യാർത്ഥികൾക്കും ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരും. പരീക്ഷകളിൽ സ്കോറുകൾ കുറയാനിടയുണ്ട്. ബിസിനസ് ആണെങ്കിലും നഷ്ടമാകാതിരിക്കാൻ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. വിവാഹ കാര്യങ്ങൾക്കും കാലതാമസം നേരിടുന്നതാണ്. കുടുംബത്ത് അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം. മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കാം. പ്രാർത്ഥനകളും യോഗ പോലുള്ളവ ശീലമാക്കുന്നത് നന്നായിരിക്കും. പൂരുരുട്ടാതി, ഈ വിഷുഫലം നിങ്ങൾക്ക് അനുകൂലമല്ല. പല കാര്യങ്ങളും താൻ വിചാരിച്ച പോലെ നടക്കുന്നില്ലല്ലോ എന്ന മനപ്രയാസമുണ്ടാകും. പ്രവർത്തന രംഗത്ത് അനുകൂലമല്ലാത്ത നിലപാടുകൾ എടുക്കേണ്ടതായി വരും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാലതാമസം നേരിട്ടാലും സാധിച്ചു കിട്ടുന്നതാണ്. കർമ്മരംഗത്ത് പലവിധ മാറ്റങ്ങളും ഉണ്ടാകും. ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുക്കുക. ബിസിനസ് രംഗത്ത് വിപുലപ്പെടുത്തിയെടുത്ത് സാമ്പത്തിക രംഗം ഭദ്രമാക്കേണ്ടതുണ്ട്. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട്. ധനമിടപാടുകളിലും ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം. ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രദ്ധിക്കണം. യാത്രകളിൽ വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്രട്ടാതി, ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടുന്നതാണ്. അപ്രതീക്ഷിതമായി ചില പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുന്നതാണ്. കർമ്മരംഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാമ്പത്തിക നഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട്. ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. എന്നാൽ ദീർഘനാളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുന്നതാണ്. ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുക്കുവാനും കഠിന പ്രയത്നം തന്നെ ചെയ്യേണ്ടി വരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അശ്രദ്ധ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കുടുംബജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകും. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ അത്യന്താപേക്ഷിതമാണ്. വാക്കുകളിൽ മിതത്വം പാലിക്കുന്നത് നന്നായിരിക്കും. യാത്രാക്ലേശങ്ങൾ വർദ്ധിക്കുന്നതാണ്. ആഗ്രഹിച്ച പല കാര്യങ്ങളും മാറ്റിവെക്കേണ്ടതായി വരും. രേവതി, പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. എന്നാൽ ഉദ്യോഗാർത്ഥികൾക്ക് അത്ര അനുകൂല ഫലമല്ല. അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങളും അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളും മാനസിക പ്രയാസങ്ങളും വന്നു ചേരുന്നതാണ്. കർമ്മരംഗത്ത് അശ്രദ്ധ മൂലം ചില സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട്.
താൻ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ എന്ന് തോന്നാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും. ദൂരദേശ യാത്രകളും യാത്രാക്ലേശങ്ങളും പ്രതീക്ഷിക്കാം. മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കും. യോഗ പോലുള്ളവ ശീലമാക്കുന്നത് നല്ലതാണ്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് 27 നക്ഷത്രക്കാരും ഈ പുതുവർഷത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഏതൊരു പ്രശ്നത്തെയും തരണം ചെയ്യാൻ പ്രാർത്ഥനകളും വഴിപാടുകളും അത്യന്താപേക്ഷിതമാണ്. കുടുംബ പരദേവതയെയും നിങ്ങൾ താമസിക്കുന്നിടത്തെ ദേശദേവനെയും പ്രാർത്ഥിച്ച് യഥാവിധി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോയാൽ ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്ത് പോകാനാകും. എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ ചില പ്രത്യേകതരം വഴിപാടുകൾ സമർപ്പിക്കേണ്ടതായി വന്നേക്കാം. അത് എന്തൊക്കെയാണ് എന്നറിയുന്നതിനായി ഒരു ജ്യോതിഷിയെ കാണേണ്ട അവസ്ഥയും ഉണ്ടായേക്കാം. വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്താൽ മറുപടികൾ പ്രതീക്ഷിക്കാം. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.